സഹോദരന്മാരെ, ഞാൻ ഹോസ്പിറ്റലാണ് ഉള്ളത്. ഇവിടുന്ന് ചെറിയൊരു പരിമിതികളിലുണ്ട് വർത്തമാനം പറയുന്നത്, സംസാരിക്കുന്നതിൽ. എന്നാലും പറയാതിരിക്കാൻ വയ്യ. നമ്മളൊരു താത്തയില്ല, MLA നിയമസഭയിൽ ആരോ എഴുതി കൊടുത്തത് കൊണ്ടാണിട്ട് നിയമസഭയിൽ പച്ചക്കള്ളം പ്രസംഗിച്ച ഒരു താത്ത, നമ്മളെ താത്ത, സമുദായത്തിന്റെ കുട്ടി, പേരാമ്പ്രയിലെ എല്ലാമായ നമ്മളെ താത്ത. ആ താത്താന്റെ വിവരം നിങ്ങളാരെങ്കിലും അറിയുക? ആ താത്ത ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാ? വഖഫ് ബോർഡിന്റെ വിഷയങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ താത്താന്റെ ഒന്നും ഒരു വിവരവും ഇല്ല. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ആ താത്തക്കുട്ടിയുണ്ടല്ല, എത്രമാത്രം ആവേശം കൊണ്ട താത്തിയാണ്. വഖഫ് ബോർഡ് വഖഫിനെ കുറിച്ചിട്ട് പിണറായി വിജയന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ താത്തിയ. എന്നാൽ പിണറായി വിജയന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി താത്ത. അതാണ് വഖഫ് ബോർഡ് ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അതൊന്ന് ആ താത്താനെ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കണം. ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. വഖഫ് ബോർഡിൽ ഇപ്പം മരവിച്ചിട്ടാള് അതിൽ ഹൈന്ദവരായ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവരെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിക്കുന്നുണ്ട്. BJPയുടെ തീരുമാനത്തെ UDF സർക്കാർ അനുകൂലിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താത്താനെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണേ. താത്തിയൊന്നും ഇതൊന്നും അറിയുന്നില്ല. വല്ലാത്ത ആദ്യം തന്നെ അല്ലേ? ഇനി നിങ്ങൾ ആ താത്ത ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പ്രസംഗിച്ച ആ പ്രസംഗം കുറച്ചത് കേട്ടോക്കെ. വല്ലാത്ത ആദ്യ നിയമനം എന്ന് പറയുന്നത് വിശ്വാസികളായിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിശ്വാസത്തിൽ തൊട്ട കളിയാണ്. വഖഫ് എന്താന്നുള്ളത് പിണറായി വിജയൻ അറിയില്ലായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ മുൻപിൽ വെച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിളിച്ച സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞു, എന്ത് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്, ഞങ്ങളുടെ പ്രോപ്പർട്ടി അല്ല, എന്റേതല്ല, എന്റെ ബാപ്പന്റേതല്ല. എഴുതി കൊടുത്താൽ അത് വഖഫായി എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ പ്രോപ്പർട്ടിയാണ്. അതിൽ തൊട്ട് കഴിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. പിന്നല്ല നിങ്ങൾക്ക്. എങ്ങനെയുണ്ട് താത്താന്റെ പ്രസംഗം? തീപ്പൊരി പ്രസംഗമല്ലേ? ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമല്ലേ? വേറെ ഒരു താത്ത ഉണ്ടല്ലോ നമ്മളെ കാസർഗോഡ്. കാസർഗോഡ് താത്തയില്ലേനാ എന്നാലും താത്താന്റെ താത്ത ഓതിയ വഹ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ ഓതിയത്തിൽ താത്ത ഉണ്ടല്ലോ കാസർഗോഡ്. ആ താത്ത ഇപ്പം ജീവിച്ചിരിപ്പുണ്ടാ? എന്ന് ഒരുമിച്ച് നിൽക്കണം. നമ്മളെല്ലാം ഒരുമിച്ചങ്ങ് നിൽക്കുക. മാപ്പിളാർ തേച്ചു അങ്ങ് ഒരുമിച്ച് നിന്നിട്ട് എന്തിനാന്ന് ഒരുമിച്ച് നിന്നെന്ന് മനസ്സിലായിപ്പോ? വഖഫ് ബോർഡ് തന്നെ ഇല്ലാണ്ടായി. ഇതാണ് ഒരുമിച്ച് നിന്നതിനെ കൊണ്ട് കിട്ടിയേ. ആ താത്താനോടൊന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിവരം പറഞ്ഞേ, ഇങ്ങനെയുള്ള കേരളത്തിൽ നടക്കുന്നുണ്ട്. ആദ്യം ഓതാൻ വേണ്ടി പറ, വഹ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ ഓതാൻ വേണ്ടി പറ താത്താനോട്. വല്ലാത്ത ജാതിക്കൾ നിങ്ങളല്ലേ? നിങ്ങൾ അധികാരത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം പച്ചക്കള്ള എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളെ നടത്തുന്നല്ലേ? എന്നിട്ട് അധികാരത്തിൽ എത്തിയതിനു ശേഷം RSSന് BJPക്ക് കൊലൂത്ത് നടത്തുക. ഇതല്ലേ നിങ്ങളെ പരിപാടി? നിങ്ങൾക്ക് ഇവിടെ ഒന്നും വിഷയമല്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മുക്കം ഉമർ ഫൈസിയെ പുറത്താക്കുന്നതിനാണ് നിങ്ങൾക്ക് ആവേശം കാണുന്നത്. അല്ലാണ്ട് RSSന്റെ നിലപാടുകളുടെ കുത്തിക്കയറ്റുന്നതിന് നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. നിങ്ങൾക്ക് അധികാരവും പണവും കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഒരു വർഗ്ഗമായിട്ട് നിങ്ങൾ അതപ്പതിച്ചിന്. ഇപ്പൊ ഒന്നുമല്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ലീഗുകാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് നമ്മളെ പോലത്തെ ആൾക്കാർ പറയുന്നത്. വല്ലാത്ത ആദിക്കളെ.